നമുക്ക് ഇലിസ്ട്രേഷൻ 18ൻ്റെ ബാലൻസ് പോർഷൻ കൂടെ നോക്കാം. അതായത് 5th പോയിന്റ്, മെഷീനറി ഫോർ ബ്രാഞ്ച് ബോട്ട് ബൈ ഹെഡ് ഓഫീസ് ബട്ട് പേയ്മെൻറ്റ് ഫോർ സെയിം മെയ്ഡ് ബൈ ആഗ്ര ബ്രാഞ്ച് 60,000 അസറ്റ് അക്കൗണ്ട്സ് കെപ്റ്റ് ബൈ ഹെഡ് ഓഫീസ്. ഇവിടെ മെഷീനറി ഹെഡ് ഓഫീസാണ് വാങ്ങിച്ചത് ബ്രാഞ്ചിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. അസറ്റിൻ്റെ അക്കൗണ്ട്സൊക്കെ ഹെഡ് ഓഫീസ് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും. പക്ഷേ ആഗ്ര ബ്രാഞ്ചാണ് അതിൻ്റെ പേയ്മെൻറ്റ് നടത്തിയത്. അപ്പോൾ എൻട്രി വരേണ്ടത്, നമ്മളിപ്പം ഈ ക്വസ്റ്റ്യനകത്ത് ഹെഡ് ഓഫീസിലെ അക്കൗണ്ട്സ് മാത്രമേ നമ്മൾ എഴുതുന്നുള്ളൂ. സോ നമുക്ക് ആ ബ്രാഞ്ച് അസറ്റിനെ എന്തായാലും നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടതാണ്. കാരണം അസറ്റിൻ്റെ അക്കൗണ്ട്സ് എവിടെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഹെഡ് ഓഫീസിൽ. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ബ്രാഞ്ച് അസറ്റിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ബ്രാഞ്ച് മെഷീനറി ഡെപ്റ്റർ 2. ഏത് ബ്രാഞ്ചാണ്? ഹെഡ് ഓഫീസാണോ കൊടുത്തത്? ആഗ്ര ബ്രാഞ്ചാണോ കൊടുത്തത്? ആഗ്ര ബ്രാഞ്ചാണ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് ചെയ്യുമ്പോൾ ക്യാഷോ ബാങ്കോ ഹെഡ് ഓഫീസോ വരത്തില്ല, പകരം ആഗ്ര ബ്രാഞ്ച് എന്ന് വേണം ക്രെഡിറ്റ് ചെയ്യാൻ. അപ്പോൾ എൻട്രി വിൽ ബി ബ്രാഞ്ച് മെഷീനറി ഡെപ്റ്റർ ടു ആഗ്ര ബ്രാഞ്ച് 60,000. Depreciation of branch machinery whose account is kept by head office 3,000. ഈ ഡിപ്രീസിയേഷൻ്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത് ആ ബ്രാഞ്ചുമായി ബന്ധപ്പെട്ട എക്സ്പെൻസാണ്. നമ്മൾ അക്കൗണ്ട്സ് എഴുതുന്നത് ഹെഡ് ഓഫീസിലുമാണ്. അപ്പോൾ ഡിപ്രീസിയേഷൻ എന്നുള്ള ഹെഡ് ഓഫീസിൻ്റെ അക്കൗണ്ടിൽ വരുമോ? ഇല്ല. അതിന് പകരം അത് ഏത് ബ്രാഞ്ചിൻ്റെ പേരിലാണെന്നുള്ളത് വേണം എഴുതാൻ. അതുകൊണ്ട് ആഗ്ര ബ്രാഞ്ചിനെ വേണം ഡിപ്രീസിയേഷൻ്റെ സ്ഥാനത്ത് നമ്മൾ ഡെബിറ്റ് ചെയ്യാനായിട്ട്. ആഗ്ര ബ്രാഞ്ച് ഡെപ്റ്റർ 2. ഏത് അസറ്റിൻ്റെ ഡിപ്രീസിയേഷനാണ്? ബ്രാഞ്ച് മെഷീനറിക്ക് ഡിപ്രീസിയേഷനാണ്. ബ്രാഞ്ച് മെഷീനറി നമ്മൾ തന്നെ ക്രെഡിറ്റ് ചെയ്യണം. കാരണം ഡിപ്രീസിയേഷൻ വരുമ്പം അസറ്റിൻ്റെ വാല്യൂ കുറയുവാണല്ലോ. ആഗ്ര ബ്രാഞ്ച് ഡെപ്റ്റർ 2 ബ്രാഞ്ച് മെഷീനറി. അതാണ് ഡിപ്രീസിയേഷൻ്റെ എൻട്രി വരുന്നത്. Then head office expense to be charged on branch for work done on its behalf by head office ₹2,500. ബ്രാഞ്ചിന് വേണ്ടിയിട്ട് ഹെഡ് ഓഫീസ് ഒരു വർക്ക് ചെയ്തായിരുന്നു. അതിൻ്റെ എക്സ്പെൻസ് ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലേക്ക് ചാർജ് ചെയ്തു. അതിൻ്റെ എൻട്രി വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് ബ്രാഞ്ചിൻ്റെ എക്സ്പെൻസ്? അത് ആഗ്ര ബ്രാഞ്ചിൻ്റെ എക്സ്പെൻസാണ്. അത് ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ എഴുതേണ്ട കാര്യം ഇല്ല. അപ്പോൾ എക്സ്പെൻസ് ആയിട്ട് വരുന്നത് ആർക്കാണ്? ആഗ്ര ബ്രാഞ്ചിനാണ് വരുന്നത്. അതുകൊണ്ട് സാധാരണ എക്സ്പെൻസിനെ നമ്മൾ ഡെബിറ്റ് ആണ് ചെയ്യുന്നത്. പക്ഷേ ബ്രാഞ്ചുമായി ബന്ധപ്പെട്ട എക്സ്പെൻസ് ആയത് കാരണം ഏത് ബ്രാഞ്ചിനാണ്? ആഗ്ര ബ്രാഞ്ച്. സോ ആഗ്ര ബ്രാഞ്ചിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. എന്നിട്ട് ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്താ? അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസിനെയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ എൻട്രി വിൽ ബി ആഗ്ര ബ്രാഞ്ച് ഡെപ്റ്റർ ടു administrative expense. Goods transferred from Kollam branch to Kundra branch ₹4,000. ഇത് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ എൻട്രിയാണ്. ഇത് ഒരു ബ്രാഞ്ചിൽ നിന്ന് മറ്റൊരു ബ്രാഞ്ചിലേക്ക് ട്രാൻസാക്ഷൻ നടത്തുന്നതാണ്, അല്ലേ? ഇൻ്റർ ബ്രാഞ്ച് ട്രാൻസാക്ഷൻ. ഇൻ്റർ ബ്രാഞ്ച് ട്രാൻസാക്ഷനിൽ ഗുഡ്സോ ക്യാഷോ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ഹെഡ് ഓഫീസിൻ്റെ അക്കൗണ്ടിൽ റിസീവ് ചെയ്യുന്ന ബ്രാഞ്ചിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും, സെൻഡ് ചെയ്യുന്ന ബ്രാഞ്ചിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ഇവിടെ റിസീവ് ചെയ്യുന്ന ഏത് ബ്രാഞ്ചാണ്? കുണ്ട്ര ബ്രാഞ്ചാണ്. സോ കുണ്ട്ര ബ്രാഞ്ച് ഡെപ്റ്റർ ടു കൊല്ലം ബ്രാഞ്ച് 4,000. ഇത്രയും ട്രാൻസാക്ഷനാണ് ഇലിസ്ട്രേഷൻ 18ൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇൻകോർപ്പറേഷൻ ഓഫ് ബ്രാഞ്ച് ട്രയൽ ബാലൻസ് ഇൻ ഹെഡ് ഓഫീസ് ബുക്ക്. ബ്രാഞ്ചിൻ്റെ ട്രയൽ ബാലൻസ് ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ എങ്ങനെയാണ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. Since to the outside world there is no difference between the head office and its branches, the balance sheet and the head of the head office should reveal the financial position of the entire business including the branches. പുറത്തുള്ള ലോകത്തിന് ഹെഡ് ഓഫീസോ ബ്രാഞ്ചോ അങ്ങനെയുള്ള വ്യത്യാസമൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഹെഡ് ഓഫീസിൻ്റെ ബാലൻസ് ഷീറ്റിൽ എൻറ്റയർ ബിസിനസ് ആ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ മൊത്തം
ഫിനാൻഷ്യൽ പൊസിഷനാണ് കാണിക്കേണ്ടത്, ഇൻക്ലൂഡിങ് ബ്രാഞ്ചസിൻ്റെ ഉൾപ്പെടെ. For this purpose, the head office prepares a combined balance sheet, often called the consolidated balance sheet. അതിന് വേണ്ടിയിട്ട് ഹെഡ് ഓഫീസ് ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും. അതിന് പറയുന്ന പേരാണ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്. The process of transferring items from branch books to the head office books and the preparation of the consolidated balance sheet is called incorporation of branch trial balance. ബ്രാഞ്ചിൻ്റെ ബുക്കിൽ നിന്നും ഹെഡ് ഓഫീസിൻ്റെ ബുക്കിലേക്ക് ഐറ്റംസ് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ്, അത് എന്തിനു വേണ്ടിയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഈ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിനാണ് ഇൻകോർപ്പറേഷൻ ഓഫ് ബ്രാഞ്ച് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. For the purpose, branch trading and profit and loss account is prepared to incorporate all revenue items. അതിന് വേണ്ടിയിട്ട് ബ്രാഞ്ച് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? റവന്യൂ ഐറ്റംസ് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രാഞ്ച് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇൻ ഓർഡർ ടു പ്രിപ്പയർ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്. By the incorporation process, the branch account in the head office book will be closed. The following journal entries are passed for incorporation of the items. അങ്ങനെ ഇൻകോർപ്പറേഷൻ്റെ പ്രോസസ്സിൽ branch account in the head office account will be closed. ഹെഡ് ഓഫീസിൻ്റെ അക്കൗണ്ടിൽ ബ്രാഞ്ച് അക്കൗണ്ട് ക്ലോസ് ചെയ്യും. എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ജേർണൽ എൻട്രീസ് ആണ് ഇനി താഴെ പറയുന്നത്. For the items on the debit side of branch trading account, such as opening stock, purchases, wages, etc. ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ടിൽ നിങ്ങൾ സാധാരണ ട്രേഡിംഗ് അക്കൗണ്ട് ഓർത്താൽ മതി. ട്രേഡിംഗ് അക്കൗണ്ടിൽ എന്തൊക്കെയാണ് സാധാരണ ഡെബിറ്റ് ചെയ്യുന്നത്? ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്ക്, പിന്നീട് പർച്ചേസസ്, അതുപോലെ തന്നെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, ഗുഡ്സ് റിസീവ്ഡ് ഫ്രം ഹെഡ് ഓഫീസ് അല്ലെങ്കിൽ മറ്റ് ബ്രാഞ്ച്, അതുപോലെ തന്നെ വേജസ്, ഇങ്ങനെയുള്ള എക്സ്പെൻസസ് ഒക്കെയാണ്, അതായത് ഡയറക്റ്റ് എക്സ്പെൻസ്, ഇതൊക്കെയാണ് നമ്മൾ സാധാരണ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നത്. അതിന് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് നോക്കാം. അതിൻ്റെ എൻട്രി വരുന്നതാണ് ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. ഓക്കെ, ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. സാധാരണ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നത് ടു ഓപ്പണിംഗ് സ്റ്റോക്ക്, ടു പർച്ചേസസ്, ടു ഡയറക്റ്റ് എക്സ്പെൻസസ്, ഇങ്ങനെയാണ് എൻട്രീസ് വരുന്നത് ഡെബിറ്റ് ചെയ്യുമ്പോൾ. ഓപ്പണിംഗ് സ്റ്റോക്കും വേജസും പർച്ചേസസും ഒക്കെ ഡെബിറ്റ് ചെയ്യുമ്പോൾ അതിനുള്ള, അതായത് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എൻട്രി വരുന്നത് ടു ഓപ്പണിംഗ് സ്റ്റോക്കും ടു പർച്ചേസസിനൊക്കെ പകരം എന്ത് എഴുതും? ടു ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് പറഞ്ഞ് വേണം എഴുതാൻ. ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. ഫോർ ഐറ്റംസ് ഓൺ ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെയാണ് സാധാരണ വരുന്നത്? സെയിൽസ് വരും, ക്ലോസിംഗ് സ്റ്റോക്ക് വരും. അപ്പം ബൈ സെയിൽസ്, ബൈ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ എഴുതുന്നത്. അപ്പോൾ ഇവിടെ ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ എൻട്രി എന്ത് വരണം? ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട്. ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട്. ഇത് രണ്ടും ഓപ്പോസിറ്റ് എൻട്രീസ് ആണെന്ന് ഓർത്താൽ മതി. അടുത്തത്, അതിനുശേഷം ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് കണ്ടുപിടിക്കും. ഗ്രോസ് ലോസ് അല്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ്, അതിൻ്റെ എൻട്രി വരുമ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ എങ്ങനെ വരും? ടു ഗ്രോസ് പ്രോഫിറ്റ് എന്നാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇഫ് ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ ടു ഗ്രോസ് പ്രോഫിറ്റ് എന്നും പറഞ്ഞാണ് നമ്മൾ എഴുതുന്നത്. അപ്പം ട്രേഡിംഗ് അക്കൗണ്ടിൽ ടു ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ എൻട്രി വരുമ്പോൾ എങ്ങനെയാണ്? ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഗ്രോസ് പ്രോഫിറ്റിൻ്റെ പകരം എന്ത് എഴുതണം? ബ്രാഞ്ച് അക്കൗണ്ട് എന്ന്, ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് വേണം എഴുതാൻ. കാരണം ആ ഗ്രോസ് പ്രോഫിറ്റ് എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇനി ലോസ് ആണെങ്കിൽ എന്തായിരിക്കും? തിരിച്ചാണ് വരുന്നത്. ബൈ ഗ്രോസ് ലോസ് എന്നാണ് നമ്മൾ എഴുതുന്നത്. അപ്പം ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട്. അതിനുശേഷം ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ട്രാൻസാക്ഷൻസ് ആണ് നമ്മളിനി ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത്. ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഒക്കെയാണ് ഡെബിറ്റ് ചെയ്യുന്നത്.
അതായത് ബാഡ് ഡെപ്സ്, ഡിപ്രീസിയേഷൻ, സാലറീസ്, റെൻറ്റ്, അതർ എക്സ്പെൻസസ് ഒക്കെ, അതൊക്കെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റംസാണ്. ടു സാലറി, ടു റെൻറ്റ്, ടു ഡിപ്രീസിയേഷൻ എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ എഴുതുന്നത്. അപ്പം അതിൻ്റെ എൻട്രി വരുമ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് ടു സാലറി, ടു റെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് എഴുതുന്നതിന് പകരം അവിടെ എന്ത് എഴുതണ്ടേ? ടു ബ്രാഞ്ച് എന്ന് വേണം എഴുതാൻ. അപ്പോൾ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ എൻട്രി ആണത്. അപ്പോൾ എൻട്രി വരുമ്പോൾ എങ്ങനെയാണ്? ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. കണ്ടോ? ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്ന ഐറ്റംസ്, അതായത് കമ്മീഷൻ റിസീവ്ഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, അങ്ങനെയുള്ള ഐറ്റംസ്, അത് നമുക്ക് ഇൻകമാണ്, ക്രെഡിറ്റ് ചെയ്യുന്ന ഐറ്റംസാണ്. അത് നമ്മൾ സാധാരണ എങ്ങനെ എഴുതുന്നത്? ബൈ കമ്മീഷൻ അല്ലെങ്കിൽ ബൈ ഡിസ്കൗണ്ട് എന്നും പറഞ്ഞാണ് നമ്മൾ എഴുതാറുള്ളത്. അതിന് പകരം ബൈ എന്നുള്ളിടത്ത് എന്താ എഴുതണ്ടേ? ബൈ ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് വേണം എഴുതാൻ. അപ്പോൾ എൻട്രി വരുമ്പോൾ ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇനി ലാസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കും, അല്ലെങ്കിൽ നെറ്റ് ലോസ്. നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ ടു നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാണ് എഴുതാറുള്ളത്. അവിടെ നമ്മളിപ്പോൾ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് എഴുതുന്നത്. ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു നെറ്റ് പ്രോഫിറ്റ് എന്നാണ് സാധാരണ എൻട്രി വരുന്നത്. പക്ഷേ ഇവിടെ എന്താ എഴുതണ്ടേ? ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് വേണം എൻട്രി എഴുതാൻ. ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അത് പ്രോഫിറ്റ് വരുമ്പോൾ. ഇനി ലോസ് ആണെങ്കിലോ ബൈ നെറ്റ് ലോസ് എന്നാണ് വരുന്നത്. നെറ്റ് ലോസിന് പകരം എന്താ എഴുതണമെന്ന് പറഞ്ഞേക്കുന്നത്? ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് വേണം എഴുതാൻ. ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇത്രയും കഴിഞ്ഞാൽ റവന്യൂ ഐറ്റംസ് എല്ലാം കഴിഞ്ഞു. ഇനി അസറ്റ് ട്രാൻസ്ഫർ ചെയ്യണം. ബ്രാഞ്ച് അസറ്റ്സ് അല്ലെങ്കിൽ ബ്രാഞ്ച് ലയബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യണം. ഫോർ ടോട്ടൽ ഓഫ് വേരിയസ് ബ്രാഞ്ച് അസറ്റ്സ്, ഓരോ അസറ്റും സെപ്പറേറ്റ് ചെയ്ത് കാണിക്കണം. അസറ്റിനെ നമ്മൾ സാധാരണ ഏത് ബാലൻസ് ആണെന്ന് ഓർക്കുക? ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുമ്പം ബ്രാഞ്ച് അസറ്റ്സ് ഇൻഡിവിജ്വലി എന്ന് പറഞ്ഞാൽ ഓരോ അസറ്റും സെപ്പറേറ്റ് പേര് ചെയ്യണം. ഫർണിച്ചർ, മെഷീനറി, അങ്ങനെ ക്യാഷ് അറ്റ് ബാങ്ക് എന്നൊക്കെ പറഞ്ഞ് സെപ്പറേറ്റ് തന്നെ എൻട്രി ആയിട്ട് എഴുതണം. അപ്പോൾ ബ്രാഞ്ച് അസറ്റ്സ് ഡെപ്റ്റഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്, അതാണ് അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ എൻട്രി. ലയബിലിറ്റി വരുമ്പോൾ ലയബിലിറ്റിക്ക് ഏത് ബാലൻസാണ്? ക്രെഡിറ്റ് ബാലൻസാണ്. അപ്പോൾ എൻട്രി വരുമ്പോൾ ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബ്രാഞ്ച് ലയബിലിറ്റി. ലയബിലിറ്റീസും ഇതുപോലെ തന്നെ ഇൻഡിവിജ്വലായിട്ട് തന്നെ കാണിക്കണം. ഇത്രയും എൻട്രീസാണ് വരുന്നത്. പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ മനസ്സിലാകും. നമുക്ക് ഇലിസ്ട്രേഷൻ 19 നോക്കണം. ഓക്കെ.